ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ശനിയാഴ്ചത്തെയും ഞായറാഴ്ചത്തെയും നമ്മുടെ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പം നമ്മൾ എങ്ങോട്ട് പോകാനാണ് ഈ ഒരുങ്ങുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വല്യച്ഛൻ്റെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ഒരു മാസം മുമ്പിട്ടൊരു വീഡിയോയിൽ നമ്മൾ പുനലൂരുള്ള അമ്പലങ്ങളിലൊക്കെ പോകുന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ വട്ടവും അങ്ങനെ പോകാനുള്ളൊരു പ്ലാനിലാണ് കേട്ടോ. അപ്പോൾ സുജിമോൾ ജോലി കഴിഞ്ഞ് വരുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. അതുവരെ നമുക്ക് എന്തെങ്കിലും കഴിച്ചുകൊണ്ടിരിക്കാമെന്ന് ഓർത്ത് ഞാൻ അവിടെ ഇരുന്ന് ഒരു മിക്സർ എടുത്ത് കഴിച്ചപ്പോൾ എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞാൻ അവിടെ ഇരുന്ന് ചിപ്സും ബിങ്കോയും ഒക്കെ എടുത്തു കേട്ടോ. ഈ ഒരു കുക്കീസ് ഞാനെടുത്ത് കൈ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വിഷു ബേബിക്ക് പോകുന്ന വഴിക്ക് വിശക്കുവാണെങ്കിൽ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സുജിമോൾ വരുന്നവരെ ഞങ്ങളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ കാണാൻ പുനലൂർ എത്തിയപ്പോൾ വല്യച്ഛൻ പറയുന്നു അവരൊക്കെ നമ്മളെ വെയിറ്റ് ചെയ്ത് ദാണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഉണ്ടെന്ന്. എന്ത് ചെയ്യാനാ, വല്യച്ഛൻ്റെ വീട്ടിൽ വരിക കിടന്ന് ഉറങ്ങുക എന്നുള്ളത് മാത്രമായിരുന്നല്ലോ എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഇരുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഞാൻ വന്നത്. പിന്നെ അവരെല്ലാം നിർബന്ധിച്ചുകൊണ്ട് ആ വീട്ടിൽ ഇരുന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് തന്നെ ഞാൻ വന്ന് ഈ റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് കഴിച്ചു കേട്ടോ. നല്ല റിച്ച് റെസ്റ്റോറൻറ്റും എൻ്റെ ഡ്രസ്സാണെങ്കിൽ വലിയ കോമഡി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. പൊറോട്ടയും ചില്ലി ബീഫും ആയിരുന്നു നമ്മൾ ഓർഡർ ചെയ്തത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് നമ്മൾ നേരെ വല്യച്ഛൻ്റെ വീട്ടിൽ വന്നു. ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. നമ്മളിവിടുന്ന് നേരെ പോകുന്നത് മുരുകൻ അമ്പലത്തിലേക്കാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ആദ്യം പോയത് ഈ ഒരു അമ്പലത്തിലേക്കാണ്. കഴിഞ്ഞ വട്ടം നമ്മൾ വന്നത് അച്ചാച്ചൻ്റെ കൂട്ടുകാരൻ്റെ വണ്ടിയിലാണെങ്കിൽ ഈ വട്ടം ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടിയിലാണ് കേട്ടോ വരുന്നത്. പിന്നെ ഇവിടുന്ന് നേരെ നമ്മൾ വന്നത് അമ്മയുടെ വീടിൻ്റെ താഴെയുള്ള ഈ ഒരു അമ്പലത്തിലേക്കാണ് കേട്ടോ. നമുക്ക് ഈ ഒരു വണ്ടി എടുക്കാനും എന്നുള്ളൊരു ആഗ്രഹം തന്നെ മനസ്സിലുണ്ടായത് അന്ന് നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോകാനായിട്ടൊരു യാത്ര വന്നെന്ന് പറഞ്ഞില്ലേ, അപ്പോഴാണ്. അപ്പം നമ്മൾ മനസ്സിൽ വിചാരിച്ചു നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ. ഈശ്വരൻ്റെ കൃപ കൊണ്ട് എന്തായാലും നമുക്ക് സ്വന്തമായിട്ടൊരു വണ്ടി എടുക്കാൻ പറ്റി. ആ സമയത്ത് അമ്മ ഒരു നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളാണല്ലോ. അപ്പോൾ അമ്മ ഒരു നേർച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു അമ്പലത്തിലേക്ക് നമുക്ക് 51 നാരങ്ങ വിളക്ക് കത്തിക്കാമെന്ന്. അങ്ങനെ നമ്മൾ എന്തായാലും നേർച്ചകളൊന്നും മുടക്കണ്ടല്ലോ എന്ന് ഓർത്ത് വൈകാതെ തന്നെ നമ്മൾ അവിടെ വന്ന് നേർച്ചയൊക്കെ ചെയ്തേ. അവിടെ നിന്ന് നമ്മൾ നേരെ വരുന്നത് അച്ചാച്ചൻ്റെ ചേട്ടൻ്റെ വീട്ടിലാണ്. അവിടെ വന്നപ്പോഴത്തേക്കിനും പീലിക്ക് സുഖമില്ല. അങ്ങനെ നമ്മൾ കാര്യമൊക്കെ പറഞ്ഞു. നേരെ ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ ചേട്ടൻ ഒരേ നിർബന്ധം വിഷു ബേബിക്ക് കഴിക്കാനായിട്ട് കുറച്ച് ബിരിയാണിയൊക്കെ തന്നു വിട്ടെ. അവിടുന്ന് നമ്മൾ നേരെ വന്നത് അമ്മയുടെ ഏറ്റവും മൂത്ത ആങ്ങളയുടെ വീട്ടിലാണ്. അവിടെ വന്നപ്പോൾ അമ്പാടി നമുക്ക് എല്ലാവർക്കും സിപ്പപ്പൊക്കെ വാങ്ങിച്ചു തന്നു. പിന്നെ ഉണ്ണിമോൾ അവിടുത്തെ കുഞ്ഞ് നേഴ്സാണ്. അവൾ അച്ചാച്ചൻ്റെ അമ്മയുടെയും പ്രഷറും ഷുഗറൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. യൂട്യൂബിൽ ഞാൻ വീഡിയോ എടുക്കുമെന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ ചേച്ചി ഉടനെ തന്നെ അവിടുന്ന് മാറി കേട്ടോ. പ്രഷറും ഷുഗറൊക്കെ ചെക്ക് ചെയ്തപ്പം ആവശ്യത്തിലധികവും അതിൽ കൂടുതലും തന്നെ ഒരാൾക്ക് പ്രഷർ കൂടുതലും ഒരാൾക്ക് ഷുഗർ കൂടുതലും ഒക്കെയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം ഞാൻ നമ്മുടെ ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കുറേ ഫോട്ടോസൊക്കെ നോക്കി. ഇതൊക്കെ 2020 ഫോട്ടോസാണ് കേട്ടോ. ആ സമയത്ത് കൊറോണയായിരുന്നു. ആ സമയത്തായിരുന്നു എൻ്റെ മാമൻ്റെ രണ്ടാമത്തെ മോൻ്റെ കല്യാണം കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഫോട്ടോസൊക്കെ കണ്ട് ഓർമ്മകളൊക്കെ അയവിറക്കി ഇങ്ങനെ വണ്ടിക്കകത്ത് വരുമ്പോൾ കാണും ദാ നിൽക്കുന്ന അമ്മയുടെ ഒരു കൂട്ടുകാരി. അമ്മ ആദ്യമായിട്ട് ഈ നീല ചുരിദാറിട്ട കൂട്ടുകാരിയാണ് കേട്ടോ കണ്ടത്. അപ്പം അമ്മ ചോദിച്ചു കവിതയല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരിക്ക് അമ്മ മനസ്സിലായില്ല കേട്ടോ. അപ്പോഴമ്മ പറയുന്നത് ഞാനാ മിനിമോൾ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അയ്യോ അവർ ഒരുമിച്ച് പഠിച്ചതാണല്ലോ എന്നൊക്കെ. അപ്പം പുള്ളിക്കാരി പറയുന്നു വേറൊരു സുഹൃത്തും ഇപ്പോൾ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അന്നേരം അമ്മ പറഞ്ഞ് ഇത് മിനിമോൾ അല്ലേ എന്ന്. അങ്ങനെ മിനിമോൾ മിനിമോൾ എല്ലും കവിതയും അവരെല്ലാവരുമായിട്ട് കുറേ നേരം നിന്ന് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ റിയൂണിയന് പോകുമ്പം ഉണ്ടാവുന്ന അതേ ഒരു ഫീലിങ്സ് ആയിരുന്നു എനിക്ക്. ഇവരെല്ലാവരും പരസ്പരം കാര്യം പറയുന്നുണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മാത്രമല്ല എനിക്കായാലും സുജിമോക്കായാലും അച്ചാച്ചനായാലും ഒരുപാട് സന്തോഷമാണ് കേട്ടോ. പിന്നെ റീസെൻ്റായിട്ട് അവർ കുറേ ഗ്രൂപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഗ്രൂപ്പിൽ ഇടാനായിട്ട് അവർ സെൽഫിയൊക്കെ എടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ അവർ തങ്ങളീ പഴയ വിശേഷങ്ങളൊക്കെ പറയുന്നു, സ്കൂളിലെ വിശേഷങ്ങൾ പറയുന്നു, ഇടയ്ക്ക് റിയൂണിയൻ്റെ വിശേഷങ്ങൾ പറയുന്നു, മക്കളെ പറ്റി പറയുന്നു. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ വരുന്നത് അമ്മയുടെ ഏറ്റവും ഇളയ ആങ്ങളയുടെ വീട്ടിലാണ്. കുറേ കാലം കേട്ടോ അവരെയൊക്കെ കണ്ടിട്ട്. പിന്നെ അങ്ങനെ നമ്മൾ എല്ലാവരുമായിട്ട് കാര്യമൊക്കെ പറഞ്ഞ് കുറേ നേരമൊക്കെ അവിടെ ഇരുന്ന് കേട്ടോ. അങ്ങനെ നമ്മൾ അമ്മയുടെ ഒരു ചേച്ചിയുടെ വീട്ടിലും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും നമുക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇനി എന്തായാലും അവിടെയൊക്കെ പോകുമ്പോൾ ഞാൻ വീഡിയോ എടുക്കാം. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ചു. വീഡിയോ ഇത്രയേ ഉള്ളേ.